ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എൻ്റെ വീഡിയോ കണ്ട് എന്നെ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് പിന്നെ ഒരു ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സഹായിക്കണേ. അപ്പൊ ഞാനിപ്പോൾ വന്ന വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ കരുനാഗപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ, നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാനിപ്പോൾ ആ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പ് എല്ലാം തന്നെ സഹായിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കരുനാഗപ്പള്ളിയിൽ ഒരു ചരിത്രം തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കൂട്ടുകാരെ, ഇത് കരുനാഗപ്പള്ളി, കൊല്ലം കരുനാഗപ്പള്ളി പുതിയ കാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ്. ഇവിടെ 11 ശൈകന്മാർ അടങ്ങിയ ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ കേരളത്തിലെ താജ്മഹൽ എന്നും പറയും. താജ്മഹൽ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ ഇരിക്കും, നല്ല ഭംഗിയാണ് ഈ പള്ളി കാണാൻ കേട്ടോ. അത് ഒരു ചരിത്രം ഉണ്ടെന്ന് വെച്ചാൽ, അവിടെ അലി ഹസൻ ശൈകന്മാരുടെ പള്ളി എന്നും അറിയപ്പെടുന്നുണ്ട് ആ പള്ളി കേട്ടോ. താജ്മഹലിനെ ഓർമ്മിപ്പിക്കുന്ന വെള്ള മാർബിൾ നിർമ്മിതിയാണ് ഈ പള്ളിയുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ മൊത്തം വെള്ള മാർബിൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി പള്ളിയാണ്. എന്ന് വെച്ചാൽ നാനാ ഭാഗത്തുനിന്നും ജാതി മത വ്യത്യസ്തമില്ലാതെ എല്ലാവരും വരുന്ന ഒരു പള്ളിയാണ്. ഞങ്ങൾ പോയപ്പോൾ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി പായസമൊക്കെ, അവിടെ ഇഷ്ടംപോലെ പായസമാണ്, സേമിയ പായസം, പിന്നെ അല്ലാതെ പാച്ചോറെന്ന് പറയും, നിങ്ങൾക്കൊക്കെ എന്തോ പറയുമെന്ന് അറിയില്ല. അങ്ങനെയുള്ള പായസവും പഴവും ഇഷ്ടംപോലെ അവിടെ കഴിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ ആ പള്ളിയെക്കുറിച്ചുള്ളത് നിങ്ങളുടെ അടുത്തൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം തരണം. എന്നുവെച്ചാൽ ജാതി മത ഭേദമന്യേ ആളുകളെല്ലാം വഴിപാടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം അവിടെ വരും. പിന്നെ വാസ്തുശില്പം എന്ന് പറഞ്ഞാൽ താജ്മഹലിനെ പോലെയാണ്. എന്ന് വെച്ചാൽ ആത്മീയ സമാധാനം തേടി ഒരുപാട് പേർ എത്തുന്ന സ്ഥലമാണിത് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ദയവേത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ബൈ. അപ്പോൾ ഓക്കേ. Wow.